ഈസ്റ്റിന്റെ ഹാങ് ഓവർ ഇതുവരെയായിട്ട് മാറിയില്ലേ? അതൊന്നല്ലടാ, ഞായറാഴ്ച നമ്മുടെ കാറ്റഗിസം പിള്ളേർക്ക് ഒരു ക്ലാസ് എടുക്കണല്ലോ, ഇതിന്റെ പവർ പോയിന്റ് ചെയ്യാം. മാർപ്പാപ്പയെ അറിയാൻ എന്റെ റോബിനച്ചിന് മാർപ്പാപ്പനെ അറിയില്ലേ? അച്ഛനറിയാം, പക്ഷെ നമ്മുടെ കാറ്റഗിസം പിള്ളേർക്ക് എല്ലാവർക്കും ഇതിനെ കുറിച്ച് അറിയില്ലല്ലോ. അപ്പൊ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അച്ഛന് ചെയ്യുന്ന വീഡിയോ. അല്ല, നിങ്ങൾക്ക് എന്താ മാർപ്പാപ്പയെ കുറിച്ച് അറിയാവുന്നേ? നമ്മുടെ പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ. എടാ കിച്ചു, നീ അപ്പൊ മാർപ്പാപ്പ മാറിയതൊന്നും അറിഞ്ഞില്ലേ? എടാ അത് പഴയ മാർപ്പാപ്പ. ഇപ്പൊ പുതിയ മാർപ്പാപ്പ ലെയോ 14 മാർപ്പാപ്പ. അമേരിക്കൻ സിറ്റിസൺ ആണ്. പെറുവിലാണ് പുള്ളി സ്ഥാനം കൊടുത്തത്. പാപ്പ ടെന്നീസ് കളിക്കും, കുതിരേനെ ഓടിക്കും, ഇംഗ്ലീഷ് പറയും, അങ്ങനെ. ശരി, പക്ഷെ നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ? മാർപ്പാപ്പ നമുക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കണ്ടേ? അതൊക്കെ ശരിയാണ്, പക്ഷെ മാർപ്പാപ്പയ്ക്കും ഒരുപാട് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. മാർപ്പാപ്പ ഓരോ മാസവും ഓരോ നിയോഗത്തിനു വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നമ്മളും ആ നിയോഗങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പയോടൊപ്പം പ്രാർത്ഥിക്കണം. അപ്പൊ കൂട്ടുകാരെ, ഇന്നു മുതൽ നിങ്ങൾ മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങൂലേ? Yes.